ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ആരോഗ്യ പൗഡർ അല്ലെങ്കിൽ കൂവപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ മുത്തശ്ശിമാർ തൊട്ട് തന്നെ വീടുകളിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നൊരു പൊടിയാണിത്. വയറിൻ്റെ എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് ഇതൊന്ന് കാച്ചി കൊടുക്കുകയാണെങ്കിൽ നല്ല ശമനം കിട്ടും. ഇപ്പോൾ ഇത് ഷോപ്പിലും ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എങ്കിലും ഏകദേശം കിലോയ്ക്ക് 1400 രൂപയോളമൊക്കെ വിലയുണ്ട്. കൂവപ്പൊടിയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചെടിയാണെങ്കിൽ തന്നെ ഏത് കാലാവസ്ഥയിലും പ്രത്യേകിച്ച് വളമൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് കിളിച്ച് വരും. ഏകദേശം 20 മൂടോളം കൂവ ചെടി ഞാൻ ഇവിടെ പിഴുതെടുത്തിട്ടുണ്ട്. 3.5 കിലോയോളം കൂവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ പുറത്തൊക്കെ ഒരു രോമം കണക്കൊരു ഭാഗമൊക്കെ ഉണ്ട്. അതൊക്കെ പിച്ചി കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സർ ജാറിലൊന്ന് അരച്ചെടുക്കണം. ഇത് കുഞ്ഞുങ്ങൾക്കും ഹാർട്ടിന് അസുഖമുള്ളവർക്കും വയറിന് അസുഖമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മളിനി മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ട് ചണ്ടി അങ്ങ് കളയാം. എൻ്റെ നീരെടുത്തിട്ടുണ്ട്. നീരിതാണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. അഴുക്കൊന്നുമല്ല. ഇനി നമുക്ക് തെളിയിച്ചെടുക്കാം. ഇപ്പം തെളിയിക്കുമ്പം എൻ്റെ അടിമട്ട് നല്ല വെളുത്തും എൻ്റെ നീരിങ്ങനെ ഈ കളറിലും കിട്ടും. പിന്നെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ തെളിയിച്ച് അങ്ങനെ 3-4 വട്ടം ഇതൊന്ന് തെളിയിച്ചെടുക്കണം. ഇനി എൻ്റെ അടിഭാഗത്ത് വരുന്ന ആ വെള്ള കളറിലുള്ള പൊടിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞ് പിന്നെയും വെള്ളം ഒഴിച്ച് അങ്ങനെ ഊറ്റി ഒരു 3-4 വട്ടം അങ്ങനെ എടുക്കണം. അപ്പോൾ അതിനകത്ത് അടി വരുന്നൊരു പൊടിയുണ്ട്. അത് തോർത്തിനകത്തോ അല്ലെങ്കിൽ നല്ല വെള്ള തുണിക്കകത്തോ എന്തെങ്കിലും അരിച്ചെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് എടുക്കേണ്ടത്. ഇത് ചാർന്നൊരു ഈ ഒരു കളറായിരിക്കും. നമുക്ക് ആവശ്യമില്ലതങ്ങ് കളയാം. ഇതിൻ്റെ അടിവശം വരുന്ന ആ മട്ടി മാത്രം മതി നമുക്ക്. അതൊരു 3-4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് നന്നായിട്ട് പൊടിയായി കിട്ടും. ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് കൂവ നല്ലതായിട്ട് കഴുകി അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ച് അത് അരിച്ചെടുത്തും നമുക്ക് ഈ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് കുറച്ച് നാൾ ഏകദേശം 1 വർഷമൊക്കെ ഇരിക്കത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ പൊടിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം 3-4 വർഷങ്ങളോളം തന്നെ ഇരുന്നോളൂ. ഒരു കുഴപ്പവും വരത്തില്ല. ഇത് എല്ലാ വീടുകളിലും എപ്പോഴും വേണ്ടുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കൂവപ്പൊടിക്ക് നല്ല വിലയുള്ളത് ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ വരുന്നതുകൊണ്ടായിരിക്കും. ഈ 3.5 കിലോ കിഴങ്ങ് ഞാൻ ഇങ്ങനെ അരച്ച് പൊടിയാക്കി എടുത്തപ്പോഴത്തേന് ഏകദേശം ഒരു 150 ഗ്രാമോളം പൊടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം കൂവപ്പൊടിക്ക് നല്ല വിലയുള്ളത്. എങ്കിലും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇത് വെറുതെ പോലും ഒന്ന് കാച്ചി കൊടുത്താൽ വളരെ നല്ലതാണ്. നമുക്ക് ഒരു ചിലവും ഇല്ലാതെ വീട്ടിൽ കൃഷി ചെയ്യാനും പറ്റും. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് സമയമൊന്ന് ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് കൂവപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ശുദ്ധമായ പൊടി ഒരു മായവും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.